എന്താ ഇത് കുടിച്ചിട്ടാവാം ബാക്കി വർത്താനമൊക്കെ. പിന്നെ അടിക്കടിയുള്ള മായയുടെ വരവിന് ഞങ്ങൾക്ക് സന്തോഷമേ ഉള്ളൂ കേട്ടോ. ഇന്നത്തെ കാലത്ത് ഇതൊക്കെ ഒരു ഭാഗ്യം തന്നെയാ. കല്യാണം കഴിഞ്ഞാൽ പിന്നെ പല വീടുകളിലും ചെറുക്കന്റെ വീട്ടുകാരും പെണ്ണിന്റെ വീട്ടുകാരും തമ്മിൽ യാതൊരു പൊരുത്തവും ഉണ്ടാവില്ല. ഒന്നും രണ്ടും പറഞ്ഞങ്ങ് മൊഴിയും. ഇതിനിടെ കിടന്ന് അനുഭവിക്കുന്നത് നമ്മുടെ മക്കളാണല്ലോ എന്നുള്ള ചിന്ത ഇരു കൂട്ടർക്കും ഉണ്ടാവില്ല. ആകെ ഒരു കൊച്ചു ജീവിതമേ ഉള്ളൂ. ആരും ഒന്നും ഇവിടുന്ന് കൊണ്ടുപോകാനും പോകുന്നില്ല. എന്നിട്ട് ഈ മനുഷ്യരെന്തിനാ ഇങ്ങനെ കിടന്ന് വെപ്രാളം പിടിക്കുന്നതെന്ന് എത്ര ആലോചിച്ചിട്ട് എനിക്ക് മനസ്സിലാവുന്നില്ല. ഉള്ള കാലം സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുന്നവരാണ് മിടുക്കന്മാര്. അല്ല, നാട്ടു നടപ്പിന്റെ കാര്യമൊക്കെ അങ്ങ് വിട്ടേക്ക്. പ്രസവത്തിന് വേണ്ടി മോളെ ഇവിടുന്ന് കൊണ്ടുപോകണമെന്ന് മാത്രം മായ പറയരുത്. അങ്ങനെ ചടങ്ങും ആചാരവും ഒന്നും നോക്കിയല്ലോ ഇവരുടെ ബന്ധം ഇവിടം വരെ എത്തിയത്. ഇത്തിരി കൂടുതലാണെന്ന് തോന്നിയാലും ഒരവകാശം കൂടി കടന്നു കയറി ഞാനിങ്ങ് എടുക്കുക. പൂജമോളുടെ പ്രസവം ഞങ്ങൾക്ക് വിട്ടുതരണം. വിളിച്ചോണ്ട് പോകൽ ചടങ്ങൊന്നും വേണ്ട. മായക്ക് എപ്പോ വേണമെങ്കിലും ഇവിടെ വന്ന് മോളെ കാണാലോ. മായ എന്താ ഒന്നും പറയാത്തെ? പ്രത്യേകിച്ചൊന്നും പറയാനില്ലാത്തോണ്ട്. എല്ലാം അമ്മയുടെ നിശ്ചയം പോലെ നടക്കട്ടെ. ആഗ്രഹിച്ചത് പോലെയൊന്നും നടന്നില്ല.